മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ നാളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ മുന്നിൽ കാണുന്നത്. KS ബൈജു കൂടി അറസ്റ്റിലാകുന്നു. ഈ സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? ഈ പേരുകൾക്കപ്പുറത്തേക്ക് വമ്പൻ സ്രാവുകളും വമ്പൻ പേരുകളും സംശയമുനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. N വാസു ആയിക്കോട്ടെ, ജയശ്രീ ആയിക്കോട്ടെ, മുൻ ദേവസ്വം പ്രസിഡന്റുമാരായിക്കോട്ടെ, നിലവിലെ ബോർഡ് തന്നെ വലിയ സംശയനിലയിൽ നിൽക്കുന്ന സാഹചര്യം. ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് ഗുരുതര സ്വഭാവത്തിലുള്ള വിഷയമാണ് ഇത് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം. വിജയകുമാർ, റിജിത്ത്, 2019-ലെയും നിലവിൽ 2025-ലുമുള്ള രണ്ട് ദേവസ്വം ബോർഡുകളും പൂർണ്ണമായും ഏതാണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ ഈ മുൻ തിരുവാഭരണം കമ്മീഷണറുടെ അറസ്റ്റിനെ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതിലെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ചില നിർണായക നിരീക്ഷണങ്ങൾ ഈ കേസിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ മാനങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ സൂചിപ്പിക്കുകയും അത് ഉത്തരവിൻ്റെ ഭാഗമാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് SIT വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നത്. 2019 ജൂലൈയിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് ഇത് ചെന്നൈയിലേക്ക് അയക്കുന്നതിന് മുൻപ് അങ്ങനെ അയക്കാൻ പാടില്ല. അത് തന്നെ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ്. ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായി അങ്ങനെ അയക്കുന്ന സമയത്ത് അവിടെ ബൈജുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഈ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉറപ്പായും അവിടെ ഇത്തരം ജോലികൾ ചെയ്യുന്ന സമയത്ത് ഈ സ്വർണ്ണ ആഭരണങ്ങളും അതുപോലെ ഈ സ്വത്തുക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അവിടെ ഉണ്ടാവേണ്ടതാണ്. ഇത് പരിശോധിച്ച് ഇതിൻ്റെ അളവടക്കം രേഖപ്പെടുത്തി അതിന് അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ജോലി ചെയ്യാനോ അതിന് ആളുകളെ നിയോഗിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം നാടകീയമായി അന്ന് സന്നിധാനത്തുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നത് എന്നതിൽ അദ്ദേഹം നൽകുന്ന ഉത്തരം ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റായി മാറും. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നത് എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, സ്വമേധ അദ്ദേഹം വിട്ടുനിന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് കരുതി മാറുന്നതാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തോട് SIT ചോദിക്കാൻ പോകുന്നത്. അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ നിർണായകമാണ്. നമ്മൾ കരുതുന്നത്, നമുക്ക് കിട്ടുന്ന അനൗദ്യോഗിക സൂചനകൾ അനുസരിച്ച് ഈ SIT വലിയ അറസ്റ്റുകൾക്ക്, വലിയ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നു ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം സിറ്റിങ്ങിന് ശേഷം എന്ന് തന്നെയാണ്. അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അറസ്റ്റ്. ഒരു പക്ഷേ അടുത്ത 48 മണിക്കൂറിലോ 72 മണിക്കൂറിലോ SIT അടുത്ത നീക്കം നടത്തിയേക്കാം. അത് ഒരുപക്ഷെ കുറെ കൂടി ഗൗരവമുള്ള, ഇപ്പോഴത്തെ അറസ്റ്റിനേക്ക് അപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങളൊക്കെ ആയിരിക്കാം. അതിനുള്ള കളമൊരുക്കലായിരിക്കാം ഈ 7ാം പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണറുടെ അറസ്റ്റ് എന്ന സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ നാളെ ഈ 3 ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന സമയത്ത് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലൊക്കെ കൂടുതൽ വിവരങ്ങളാണ് SITക്ക് കിട്ടാൻ പോകുന്നത്. ആ വിവരങ്ങൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ 7ാം പ്രതി അറസ്റ്റ് ചെയ്തത് കേവലം ഒരു നാടകീയ നീക്കം എന്നതിനപ്പുറത്തേക്ക് അടുത്ത് നടക്കാനിരിക്കുന്ന വലിയ നീക്കങ്ങളുടെ ഒരു ചവിട്ടുപടിയായി വേണം ഈ അറസ്റ്റിനെ കാണേണ്ടത്. അദ്ദേഹം നൽകാൻ പോകുന്ന വിവരങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതുമായിരിക്കും ഈ കേസിൽ. മറ്റു ഉദ്യോഗസ്ഥർ നൽകിയതിനപ്പുറത്തേക്ക് ഉള്ള വിവരങ്ങൾ നൽകാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുങ്ങാൻ പോകുന്നത് എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 കേസുകളിലും പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയപ്പോൾ KS ബൈജുവിനെ ചോദ്യം ചെയ്യുകയാണ്. KS ബൈജുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന്, മുരാരി ബാബുവിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന്, സുധീഷ് കുമാറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്നൊക്കെ ഏതൊക്കെ വമ്പൻ സ്രാവുകളിലേക്കാണ് ഇനി ഇതിന്റെ അന്വേഷണം നീളുന്നത് എന്നതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടവും നിരീക്ഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.